അങ്ങനെ വീണ്ടും ഞാനൊരു പ്രവാസിയാവുന്നു. ഓക്കെ, ഇതെൻ്റെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, ഫറോക്ക്. അപ്പോൾ ഞാൻ പോണത് കുവൈത്തിലൊക്കെ. അപ്പോൾ എന്നെ യാത്രയപ്പിൻ്റെ 2 പിള്ളേരുണ്ടായിരുന്നു, എൻ്റെ ഒരു അളിയനും ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ തിരക്കായിട്ട് വന്നില്ല. എൻ്റെ മൂത്ത മോനാണത്, പിന്നെ എൻ്റെ രണ്ടാമത്തെ മോന്. അപ്പോൾ എന്നെ റെയിൽവേയിൽ വരെ അവരാക്കി തന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി നിന്നപ്പോൾ ഞാൻ വണ്ടി കയറിയാൻ പോകുന്നു. മക്കളെ ബൈക്ക് പോയി. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ കൂടെ 2 വേറെ യാത്രക്കാരുണ്ട്. അവർ പഠിക്കാൻ വേണ്ടി പിള്ളേർ സെറ്റാണ്. അങ്ങനെ അവർ കുറച്ച് സോറകളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് കുറച്ച് ടൈം അങ്ങനെ പോയി. പിന്നെ ഞാൻ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചി അങ്ങനെ ഞാൻ അങ്കമാലി എയർപോർട്ടിലെത്തി. കൊച്ചിയാണെന്ന് എല്ലാവരും അറിയപ്പെടുന്നത്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഞാൻ എൻ്റെ എല്ലാം കഴിഞ്ഞ് ഉള്ളോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. എയർപോർട്ടിലെത്തി എൻ്റെ ബാക്കിയുള്ള പ്രോസസ്സും കഴിഞ്ഞു. ഫ്ലൈറ്റ് കയറാൻ തയ്യാറെടുക്കുകയാണ്. ഫ്ലൈറ്റ് കയറി പിന്നെ ഞാൻ നേരെ കുവൈത്ത്. ഫ്ലൈറ്റിലാണ് ഞാൻ. ഇനി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. അപ്പോൾ കുവൈത്തിൽ ഞാനെത്തി. ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.